നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്തകൾ, തോട്ട്സ് അല്ലേ, അതുപോലെ തന്നെ നമ്മളുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവതരിപ്പിക്കുന്ന രീതിയെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻസിനെ ശരിക്കും നമ്മൾക്ക് 4 തരമായിട്ട് തിരിക്കാം. 1 വെർബൽ കമ്മ്യൂണിക്കേഷൻ, 2 നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, 3 റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, 4മത്തത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ 4 തരമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തിരിക്കാം. അപ്പോൾ എന്തായിരിക്കും വെർബൽ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? നമ്മുടെ ബോഡി ലാംഗ്വേജ്, അങ്ങനെയുള്ള നമ്മളെ ജസ്റ്റേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? നമ്മൾ എഴുതുന്ന എഴുത്തുകൾ, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ്സ് എല്ലാം റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ പെടും. പിന്നെ ലാസ്റ്റത്തത് എന്താണ്? വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാവുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിൽ പെടും. അതായത് ഇപ്പോൾ ഗ്രാഫിക്സ് ആകാം, ചാർട്ടാകാം, വീഡിയോസ് ആകാം, അതൊക്കെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പെടുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. മനസ്സിലായോ? താങ്ക് യു.